you and me don't get to decide for ourselves when it comes to the last stages of our life. അവിടെ തീരുമാനങ്ങൾ നമ്മുടെയല്ല, മറ്റുള്ളവരാണ് തീരുമാനം എടുക്കുക. അത് പലപ്പോഴും വൈകാരിക തീരുമാനമായിരിക്കും. ആ ഇമോഷണൽ ഡെസിഷൻ എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും ബുദ്ധി കൊണ്ടല്ല തീരുമാനം എടുക്കുന്നത്, ഹൃദയം കൊണ്ടാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ല എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ഇമോഷണൽ കോഷ്യൻ്റ് വരുമ്പോൾ പലപ്പോഴും ചികിത്സിച്ചിട്ടും ഭേദമില്ലാത്ത അസുഖങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളാണെങ്കിലും പലരും വെന്റിലേറ്ററിലും ഇൻറ്റുബേഷനും അങ്ങനെ ട്യൂബുകളും വയറുകളും മെഷീൻ്റെ സപ്പോർട്ടിലും ഒക്കെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് പലർക്കും ആഗ്രഹമില്ല. കാര്യം നമ്മൾ നീട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദുരിതപൂർണമായ കുറേ ദിവസങ്ങളോ വർഷങ്ങളോ ആണ്. ഒരായുസ്സും കൊണ്ട് സമ്പാദിച്ചത് ഒരുപക്ഷെ ആ സമയം കൊണ്ട് പല ആശുപത്രികളിലായി ചിലവാക്കിയിട്ടുണ്ടാവും. അത്രയും കൂടെ ഹതഭാഗ്യരാണെങ്കിൽ ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ചായിരിക്കും മരിക്കുക. അപ്പം നമ്മൾ നല്ലൊരു ജീവിതം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ചേച്ച് അവസാനം വരുമ്പോൾ കല ഉടച്ചേച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം നേരത്തെ ഒരു ലിവിങ് ബില്ല് എഴുതി വെക്കുന്നു. ഞാൻ പറയുകയാണ് ഇന്ന കാരണങ്ങൾ, ഇപ്പോൾ എനിക്ക് 80 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്നാൽ എനിക്ക് റേഡിയേഷൻ വേണ്ട, എൻ്റെ ഇഷ്ടം ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് എഴുതി വെക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള നമ്മൾ ആൾക്കാരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. ആ കൂടെ സിഗ്നേച്ചർ ഫൗണ്ടേഷനെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി കഴിഞ്ഞാൽ വി വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ എവറി നീഡ് ടുവേർഡ്സ് എൻഡ് ഓഫ് ലൈഫ്.